കുറച്ചിനൊക്കെ അടിച്ചു വെച്ചിട്ട് ഞങ്ങൾ അത് ഇട്ടോളാം. എടാ പോ പിള്ളേരെ വെള്ളം കണ്ടു കഴിയുമ്പോൾ ആ കൂത്താടിച്ച കണ്ടു കഴിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇന്ന് പറയാം ഞാൻ മുട്ടൻ്റെ ഒപ്പമുള്ള വെള്ളത്തിൽ പോലും എനിക്ക് ഇറങ്ങാൻ പോകാൻ പറ്റും. ആ നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ആ ഉറങ്ങി പോകുന്നേ ചൂടല്ലേ പ്രശ്നമില്ല എന്നാ ഇറങ്ങി എന്നാ കിടക്കോ ഇരിക്കോ മോൻ കഴിയോ ആ മതി. ഈ കൈയും കാലൊക്കെ നനയ്ക്കുന്ന എന്നാ സുഖം എന്നറിയാമോ? വെള്ളം ഒഴിച്ചൊന്ന് കഴുകി പിന്നെ കിടക്കാം. കാട് കത്തുമ്പോ മാത്രം നമുക്ക് കാണാൻ പിന്നെ സ്പോർട്സ് കഴിഞ്ഞിട്ടൊക്കെ വെൽഡ് ചെയ്യുമ്പോഴാണ് ഗ്ലാസ് വെക്കാതെ ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ണടയ്ക്കും, തന്നെ കണ്ണടച്ച് പോകും.
ഇന്നലെ ഒരുത്തന രാവിലെ അടിമലിക്ക് പോയിട്ട് ഒരു 4 പിന്നെ താറാവിനെ മേടിച്ചോണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ താറാവിന് കൂടുമല്ലോ ഉണ്ടോ. പിന്നെ എന്നാ വെച്ചിട്ട് കൂടെ ഉണ്ടാക്കി. ഇന്നലെ വെള്ളം കപ്പപ്പരിപ്പിൻ്റെ ഒക്കെ വില ഇങ്ങനെ പോകുന്നു. ഇന്നലെ 780 ഇന്നിപ്പം ചിലപ്പോൾ 700 ആയിരിക്കും. എത്ര കൂടി വന്നിട്ട് നമുക്കൊരു മറ്റേതാ 250 300 രൂപ 220 നിന്ന സാധനമുണ്ട്. 1040 രൂപയ്ക്ക് വരെ കൊടുക്കും. 1060 രൂപ. ഞാൻ 40 രൂപ കൊടുക്കും. ചൂടാവും. സംവിധാനം എല്ലാ സാധനവും അവിടെ ഉണ്ട്. അപ്പോൾ അത് പറഞ്ഞു എല്ലാം കൂടെ തരാമോ. അതിൻ്റെ വില എഴുതി വീട് പറഞ്ഞിട്ട് റിവേറ്റുകൾ ഉണ്ട്. ഉണ്ട്. പിന്നെ റിവേറ്റ് ചോദിക്കാനും എടുക്കാനും നമുക്കറിയാം. അത് അടിക്കാനും വിഷയമില്ല. എന്തിനാ പൈസ പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു 5 പാളി ജനലിനും 2 വെന്റിലേഷൻ്റെ ജനലിനുള്ള ഹലോ മച്ചന്മാരെ, നമ്മുടെ ലഗേജ് ബോക്സിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് 2 ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടോപ്പ് ബോക്സ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ലഗേജ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ ഉള്ള സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബോക്സിൻ്റെ സൈഡിൽ ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്യാനുള്ള വർക്കാണ് ബാക്കിയുള്ളത്. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ബോക്സിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ കുറച്ച് പണിയാണ് ബാക്കിയുള്ളത്. ഓയിൽ, പിന്നെ എയർ ഫിൽറ്റർ, ഓയിൽ ഫിൽറ്റർ, അങ്ങനെയുള്ള കുറച്ച് പണിയും കൂടിയേ ബാക്കിയുള്ളൂ. പിന്നെ ടയറൊന്ന് മാറണം, അത് മെയിൻ കാര്യമാണ്. അപ്പോൾ അതും കൂടിയാണ് ബാക്കി വർക്കായിട്ടുള്ളൂ. ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. കൂടാണ്ട് ഈ ചെയ്തതിൻ്റെ ഫുൾ വീഡിയോസ് കാര്യങ്ങൾ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാം. കൂടാണ്ട് ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി NSLൊക്കെ പോകുന്നവർക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ആ വീഡിയോസ് കാര്യങ്ങളെല്ലാം പോസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലാണ്. അതൊരു ഗുഡ് ബൈ. അപ്പോൾ അച്ഛന്മാരെ, നമ്മുടെ വണ്ടിയുടെ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലഗേജ് ബോക്സിൻ്റെ വർക്കാണെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ 2 ബോക്സിലെല്ലാം സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
നമ്മൾ ഈ സൈഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ കേരള ടു ലഡാക്കിലേക്കുള്ള റൂട്ട് മാപ്പാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേരള ടു കാശ്മീർ എന്നുള്ളൊരു സ്റ്റിക്കറിങ് കൊടുത്തിട്ടുണ്ട്. തൊട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ 2 ഫോഗ്ലാംസ് ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ കൊടുത്തേക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് അത്ര വിസിബിൾ അല്ല. സോ നമ്മൾ 2 ഇൻഡിക്കേറ്റേഴ്സ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കോട്ട് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കൂടാണ്ട് നമ്മൾ ഈ സൈഡിൽ ആഡ് ചെയ്തേക്കുന്നത് കാശ്മീർ ടു കേരള, അതായത് റിട്ടേണിൻ്റെ സ്റ്റിക്കറാണ് ഈ സൈഡിൽ ആഡ് ചെയ്തേക്കുന്നത്. തൊട്ട് താഴെ ഇടുക്കി വ്ളോഗ്സ് എന്നുള്ള യൂട്യൂബ് ചാനലിലെ നെയിമും കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ വരുവാണെങ്കിൽ നമ്മൾ ഇടുക്കിക്കാരെന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കറിങ് കൊടുത്തിട്ടുണ്ട്. കൂടാണ്ട് തൊട്ട് താഴെ നമ്മൾ ലഡാക്കിൽ നിന്ന് തിരിച്ച് കേരളയിലേക്ക് വരുന്ന സ്റ്റിക്കറിങ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ചെയ്തേക്കുന്നത് ഡൊമിന 400ൻ്റെ ക്രാഷ് കാർഡാണ്. ഇത് ടൂറിംഗ് എഡീഷൻ വരുന്ന ക്രാഷ് കാർഡാണ്. കാരണം നമുക്ക് റേഡിയേറ്ററിനോട് കുറച്ച് പ്രൊട്ടക്ഷൻ ഉള്ള മുകളിൽ ക്രാഷ് കാർഡാണ്. ഇതെല്ലാം NS സ്യൂട്ട് ആവുന്നതാണ്. കൂടാണ്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ ബൈക്ക് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റിക്കറിങ്ങോടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി യൂട്യൂബ് ചാനൽ ഐ ഡിയും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വണ്ടിയിൽ ചെയ്തു വെച്ചേക്കുന്ന വർക്ക് എന്ന് പറയാൻ. കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്തടുത്ത വീഡിയോസിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലാണ്. അതുവരെ ഗുഡ് ബൈ.